ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്, ഹാപ്പി സൺഡേ. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളിപ്പോൾ പള്ളിയിലോട്ട് പോവാണ്. പള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഓണം ഒന്നും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല, ഓണമില്ല, ഒന്നുമില്ല. കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, അതെ, എല്ലാം പോയി. എല്ലാ പ്ലാനും പൊളിഞ്ഞു. അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നില്ല. ഓണം സദ്യ എന്താ പാപ്പ പ്ലാന്? കഞ്ഞിയും പയറും എനിക്ക് വേണ്ട. ഓണം സദ്യനെ കുറിച്ച് നിങ്ങൾ പറ. ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണസദ്യയാണ്. അതല്ല, അങ്ങനെയല്ല. ഓണസദ്യ നമുക്ക് ഓണസദ്യ കിട്ടാറുണ്ട്. കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പം പോകുന്നില്ല, നമുക്കത് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഞങ്ങൾക്ക് കുറേ സ്ഥലത്ത് നിന്ന് ഓണം സദ്യ കിട്ടാനുണ്ട്. അപ്പൊ ഞങ്ങൾ മൊത്തം ഫുള്ള് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓണം സദ്യ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടാനുണ്ട്. അതും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കും. അതാണ് ഞങ്ങളുടെ പ്ലാന്. വേറെ ഒരു പ്ലാനും ഇല്ല. പിന്നെ നിങ്ങളൊക്കെ ഓണം അവിടെ ആഘോഷിക്കുന്നുണ്ടാവും. എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക, അല്ലേ? നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കാം. ഞങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളും ഓർക്കാം. ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഇതാണ് അവസ്ഥ. പള്ളിയിലോട്ട് വരും, പക്ഷെ പാർക്കിംഗ് ഇല്ല. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പാർക്കിംഗ് കിട്ടിയിട്ട് വേണം പള്ളിയിലോട്ട് പോവാം. അതാണ് ഗൈസ് ഞങ്ങളുടെ അവസ്ഥ എപ്പോഴും. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടല്ലേ, ഭാഗ്യശാലികള് അല്ലേ? ഞങ്ങള് കണ്ടില്ല, പക്ഷെ ഇങ്ങനെ അതെ, അവിടെയൊക്കെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെയും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ പാർക്കിങ്ങിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. ഭാഗ്യശാലികള്. അതെ, ഞായറാഴ്ച മാത്രമാണ് ഇവിടെ പാർക്കിംഗ് ഫ്രീ. സോ എവിടെയും പാർക്കിംഗ് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അപ്പോൾ ഓണമായതുകൊണ്ടാണ് രണ്ട് ചേച്ചിമാർ ഓണത്തിന് സാരിയൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നുണ്ടോ? സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട്. ഓണം സാരി എന്താ കേട്ടില്ല? എന്താ കണ്ടില്ലേ? ഇവിടെ ഇതാണ് അവസ്ഥ. പള്ളി പോകുമ്പോൾ എങ്ങനെയായിരുന്നു, തിരിച്ചു വന്നപ്പോൾ എങ്ങനെയായി വരിക. ഇതാണ് അവസ്ഥ. പള്ളി കഴിഞ്ഞ് വന്നിട്ട് അന്തമാതിരി ഒരു ചൂടാണ് ഇവിടെ. ഇത് രണ്ടും കൂടെ ആണോ? ഐസ്ക്രീമും ജ്യൂസും ജ്യൂസ് ഏതാ? അല്ല, കുടിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സ്ട്രോബെറി. എങ്ങനെയുണ്ട്? ഐസ്ക്രീമോ?
ആ ഐസ്ക്രീം ഉള്ളതാ. ഏതാ ഫ്ലേവർ? വാനില. അയ്യോ, സദ്യ. ഓണം സദ്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓണം സദ്യ കഴിക്കാൻ പോവാം. കഴിഞ്ഞ കൊല്ലം എനിക്കൊന്നും കിട്ടിയില്ല. കഴിഞ്ഞൊന്നും കഴിച്ചില്ലേ? എവിടെ ഇല്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ. ഇതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കി നിങ്ങൾ ഒറ്റയ്ക്ക്? രാത്രി മൊത്തം ഉറങ്ങാണ്ടിരുന്നിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കൊണ്ടുവന്നത് അതെ. എന്തൊക്കെയാ സാധനങ്ങളെന്നറിയാം അതിലത്? പകുതി അറിയത്തില്ല, കുറച്ചൊക്കെ. അറിയുന്ന പറ, അറിയുന്ന എന്തൊക്കെയാ? രസം, ആ, അവിയല്, സാമ്പാറ്, പായസം, മോരുകറി, പഴം. അത് പഴമാണോ? ഇത് ഉപ്പ്. ഇത് എന്റെ വീട്ടിൽ നിന്ന്. ഇത് രണ്ട് എന്താ? അതെന്തോ ഒരു സാധനം. ഇത് മുളക്. ഇത് ചിപ്സ്. ചിപ്സ് അറിയത്തില്ല. ഇത് തോരൻ, ലെമൺ അച്ചാറ്, ഇഞ്ചിപ്പുളി, ബീറ്റ്റൂട്ട്, മാങ്ങ അച്ചാറ്. ഇത് കടല വെച്ചിട്ട് ഏതോ ഒരു സാധനം. കൂട്ടുകറിയാണോ? ഓക്കെ, കൂട്ടുകറി, പപ്പടം, ചോറ്. ഓഹ്, എനിക്ക് കൊതിയാവുന്നു. കഴിച്ചോ? ഞാന് കണ്ണ് വെക്കല്ലേട്ടോ, കണ്ണ് വെക്കണം. കഴിച്ചോ. ഇത് നിലത്തിരിക്കുന്നതിന്റെ കാര്യം എന്താ? എനിക്ക് ഈ നിലത്ത് നിന്ന് തന്നെ കഴിക്കണമെന്ന് നിർബന്ധം, രണ്ടുപേർക്കും കൂടി. എന്താന്ന് വെച്ചാൽ അപ്പോഴല്ലേ സദ്യ ഒരു ഫുൾഫിൽ ആവുന്ന. അതുകൊണ്ട് നമുക്ക് കുറേ ആൾക്കാർ ഓണം വിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വിഷ് ചെയ്യാം കേട്ടോ, എല്ലാവർക്കും കൂടി താങ്ക്സ് പറയണം. അപ്പോൾ ഞങ്ങള് ഇപ്പൊ ഓണം സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എല്ലാവർക്കും കൂടി ഞാൻ കഴിക്കാം. എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ കഴിക്കാം.